ഹലോ, ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൽ കാർത്തികയെ അന്വേഷിച്ച് ജഗദീപ് ശാലിനിയും കൂടെ വന്നതാണല്ലോ കഴിഞ്ഞ ദിവസം കാണിച്ചത്. അങ്ങനെ ശാലിനി എല്ലാ റൂമിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. പക്ഷെ ഇവിടെ നോക്കിയിട്ടും നമ്മുടെ കാർത്തികയെ കാണുന്നില്ല. മധുശ്രീയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് മധുശ്രീ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കുറേ നേരം ശാലിനിയും ജഗദീപും കൂടെ അന്വേഷിച്ചിട്ടും കാർത്തികയെ കാണാത്തതിൻ്റെ ആ ഒരു ഇതിൽ നല്ല ഒരു ആത്മധൈര്യത്തോടു കൂടി മധുശ്രീ ഇവരോട് ഓരോന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് കളിയാക്കുകയാണ്. അതായത് കളക്ടർ മാഡത്തിന് ഇപ്പോൾ എന്ത് പറ്റി, എവിടെയോ കിടന്ന ചത്തവരുടെ ശരീരം ഇവിടാണ് അന്വേഷിക്കുന്നത്, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുക. അതായത് മധുശ്രീ പറയുക കാർത്തിക മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെ തറപ്പിച്ച് നിന്നിട്ടാണ് മധുശ്രീ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ശാലിനി അങ്ങ് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞങ്ങ് കളിയാക്കുകയാണ്. എന്നും പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ജഗദീപ് പുറകിൽ പോകാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. ശാലിനി പോയി കഴിഞ്ഞ് ജഗദീപ് പോയി നിൽക്കുമ്പോഴേക്കും മധുശ്രീ പറയുകയാണ്, നീ ശാലിനിയുടെ പുറകെ ഇങ്ങനെ നടന്ന ശാലിനിയുടെ ബുദ്ധിയായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് ജഗദീപിനോട് ഓരോന്ന് പറയുകയാണ്. എന്നിട്ട് കുറേ സമയം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും മധുശ്രീ ആണെങ്കിൽ ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് ഈ കളക്ടറിൻ്റെ വണ്ടിയിൽ വരുന്ന സമയത്ത് മധുശ്രീ ഫ്രണ്ടിലൊരു കാറിൽ പോകുന്നുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പം അതിനകത്ത് ഈ കാണിക്കുന്ന ആ ഒരു ടൈമിൽ ഇടയ്ക്ക് ഒരു കാറ് നിർത്തിയിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും അവിടെ വെച്ച് ഈ ജഗദീപ് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ അവൾക്ക് സംശയമുണ്ട്, അവളെ കാർ എടുക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരു ടൈമിൽ മധുശ്രീ കാർത്തികയെ അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഗുണ്ടകളോട് പറഞ്ഞ് അത് മാറ്റുന്നതൊക്കെയാണ് മധുശ്രീ പിന്നെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുണ്ടാ സംഘത്തിൽ കാർത്തിക ഇരിക്കുന്നതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് തന്നെ ഇവർ ഫോൺ വിളിച്ച് പറയുവാണ്, കളക്ടർ എന്നെ അന്വേഷിച്ചും കാർത്തിക അന്വേഷിച്ചും ഇങ്ങനെ നമ്മുടെ പുറകെ വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം കാർത്തിക എവിടെ നിന്ന് മാറ്റുന്നത് ഗുണ്ടകളോട് പറയുകയാണ്. അപ്പോൾ ഗുണ്ടകൾ എന്താ ചെയ്യുന്നത്, ഈ ഫോണിൽ സംസാരിക്കുന്നത് കാർത്തിക കേൾക്കുവാണ്. അപ്പോൾ കാർത്തികയ്ക്ക് മനസ്സിലായി ശാലിനി എന്നെ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ശാലിനിയോട് അറിയിക്കണം ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ശാലിനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണം എന്നുള്ള രീതിയിൽ കാർത്തിക ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് ഇടണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് മധുശ്രീ ശാലിനിയോടും ജഗദീപിനോടും വന്നിട്ട് പറയുകയാണ്, വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, നിങ്ങൾ ഇവിടുന്ന് പോയില്ലായിരുന്നോ, എവിടെയോ കത്തിക്കഴിഞ്ഞ ഒരാളുടെ കാര്യം അന്വേഷിച്ച് നിങ്ങളിങ്ങനെ നടക്കുക, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോകാമെന്ന് പറഞ്ഞ രീതിയിൽ പോകാൻ പോവാം. ഉടനെ ശാലിനി പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കാർത്തിക ഇവിടുന്ന് മാറ്റിയത് നിൻ്റെ മിടുക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഇത് നിഷേധിച്ചിട്ട് മധുശ്രീ അങ്ങ് പോവാണ്. അപ്പോഴേക്കും ജഗദീപ് പറയുകയാണ്, അവളുടെ മുഖത്ത് നോക്കി 2 എണ്ണം വെച്ച് കൊടുത്താൽ ഇവിടെ തത്ത പറയുന്ന പോലെ പറയാമെന്നൊക്കെ പറയുന്നു. എന്നും പറഞ്ഞിട്ട് മധുശ്രീ വണ്ടി എടുത്ത് അങ്ങ് പോവാണ്. പിന്നീട് ശാലിനിയും ജഗദീപും കൂടെ ഒന്നും കൂടെ നമുക്ക് ആ മുറിയിൽ കയറി അന്വേഷിക്കാം, എന്തെങ്കിലും ഒരു തെളിവ് കാണുമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ ശാലിനിയും ജഗദീപും കൂടെ വന്ന് റൂമിൽ അന്വേഷിക്കുകയാണ്. അങ്ങനെ കുറച്ച് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് കാർത്തിക ഊരിയിട്ടുന്ന ചെയിൻ കാണുന്നത്. കാർത്തിക ശാലിനി കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ചെയിൻ ഊരിയിട്ടേക്കുന്നത്. ഈ ചെയിൻ എന്ന് പറയുന്നത് സത്യാമ്മ കല്യാണത്തിനായിട്ട് കൊടുത്ത കാർത്തിക് കൊടുത്തൊരു ചെയിൻ ഉണ്ടായിരുന്നില്ല, ആ ചെയിനാണ് കാണിക്കുന്നത്. അപ്പോൾ ശാലിനിക്കൊരു തെളിവ് കിട്ടിയ നല്ല രീതിയിൽ ശാലിനി കാർത്തിക ജീവിച്ചിരിപ്പുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് രീതിയിൽ തന്നെ നേരെ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ജഗദീപിനോട് പറയുകയാണ്, ഇങ്ങനൊരു തെളിവുണ്ടെങ്കിൽ അർജുനേട്ടൻ അത് കോടതിയിൽ വാദിച്ച് നമുക്ക് അനുകൂലമാക്കി എടുത്തോളൂ എന്നുള്ളതിൻ്റെ രീതി പറയുകയാണ്. പിന്നീട് കാണിക്കുക സ്റ്റേഷനിലാണെങ്കിൽ വിഷ്ണുവിനെ ഒരുപാട് രീതി ഓരോന്നും പറഞ്ഞ് പ്രകോപിക്കുന്നുണ്ട് ചന്ദ്രബോസ്. പക്ഷേ വിഷ്ണു ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് മൈൻഡ് ചെയ്യാതെ വായിന്നൊന്നും സംസാരിക്കാതിരിക്കുക. അപ്പം ദേഷ്യം നന്നായിട്ട് പ്രകോപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ നാക്ക് വായിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനോട് പറയുകയാണ്, ആ ലാത്തിങ് എടുത്തോണ്ട് നമുക്ക് പിന്നെ നാക്ക് പുറത്തെടുത്തിടിക്കാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വിഷ്ണു ചെറുതായിട്ട് പറയുകയാണ്, നാക്കുണ്ടെന്നുള്ള അറിയിക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ശാലിനി ഈ തെളിവുകളുമായിട്ട് വരുന്നു. വിഷ്ണുവിനെ കോടതിയിൽ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഒരുപാട് അടിക്കാതൊക്കെ ചന്ദ്രബോസ് നിൽക്കുന്നു. പിന്നീട് അനുവിനെ വിളിച്ച് ശാലിനി പറയുകയാണ്, കാർത്തികയുടെ ചെയിൻ കിട്ടിയിട്ടുണ്ട്, അത് മേടിച്ച സ്വർണ്ണക്കടക്കാരൻ്റെ ബില്ലും പുള്ളിയുടെ കിട്ടുവാണെങ്കിൽ പുള്ളിയും കൂടെ കോടതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് ഒരു ഉപകാരമായിരിക്കും, നല്ല തെളിവായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുകയാണ്, ഞാൻ എത്രയും വേഗം അതിനു വേണ്ടി ശ്രമിക്കാം മാഡം എന്ന് പറയുകയാണ്. അങ്ങനെ ശാലിനി കോടതിയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ കുടുംബശ്രീ ശാരദയിൽ എപ്പിസോഡിൽ കാണിക്കുന്നത്. നമ്മുടെ എപ്പിസോഡ് ശരിക്കും ടി വിയിൽ തന്നെ കണ്ടാൽ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റിവ്യൂ ആയിട്ട് അടുത്ത ദിവസം കാണാം.